വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വീണ്ടും മാണിക്കോത്തേക്ക് ഡെയ്സി വരുന്നതാണ് കാണിക്കുന്നത്. അന്നേരം മഹേന്ദ്രനും ഉണ്ട്, ശിവനാണെങ്കിൽ തിരിച്ച് ആ ബീച്ചിൽ നിന്നൊക്കെ വീട്ടിൽ എത്തിയിട്ടുമുണ്ട്. അന്നേരം വീണ്ടും ഡെയ്സി ഇങ്ങനെ തൻ്റെ പരിഗണിക്കാത്തതിനെക്കുറിച്ച്, ആ ഒരു വിവാഹത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശിവൻ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. മഹേന്ദ്രൻ ഒന്നും മിണ്ടാതെ ഈ ശിവൻ്റെ പെരുമാറ്റത്തെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവസാനം ഡെയ്സി പറയുന്നുണ്ട്, അപ്പോൾ ശിവൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, അങ്ങനെ ഒരു ബലമില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡെയ്സി അതിന് പറയുന്നുണ്ട്, അങ്ങനെ ഒരു താലിയുടെ ബലം എനിക്ക് ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ശിവനാണെങ്കിൽ വീണ്ടും ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശിവൻ പെട്ടെന്ന് ആ ഒരു നിമിഷത്തെ ചിന്തയിൽ പെട്ടെന്ന് ഡെയ്സിയുടെ കഴുത്തിൽ നിന്നും ആ താലിമാല ശിവൻ പെട്ടെന്ന് വലിച്ചു പൊട്ടിക്കുകയാണ്. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് വലിച്ചു പൊട്ടിച്ച് അങ്ങ് ദൂരേക്ക് തറയിലേക്ക് അങ്ങോട്ട് എറിയുകയാണ്. അങ്ങനെ ഇത് അന്തം വിട്ടാണെങ്കിൽ ഡെയ്സി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഡെയ്സി അതൊട്ടും പ്രതീക്ഷിച്ചില്ല, മഹേന്ദ്രനും പ്രതീക്ഷിച്ചില്ല. ശിവനാണെങ്കിൽ തറയിലേക്ക് എറിഞ്ഞ താലിമാല മഹേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ശിവന് യാതൊരു ഭാവഭേദവും ഇല്ല, ആകെ ദേഷ്യത്തിലും കലിപ്പിലും എന്ന പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷമുള്ള സീനിൽ വീണ്ടും ശാലിനിയാണെങ്കിൽ തിരികെ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഭാമയാണെങ്കിൽ ആ രാഘവൻ നായരുടെ കാണിച്ചു കൂട്ടുന്നതും എല്ലാം കൂടി ആകുമ്പോൾ ഭാമ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏതോ ഒരു ജ്യോത്സ്യനെ കാണുന്ന വിവരമാണ് ഭാമ അവിടെ പറയുന്നത്. നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെയോ ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ട്, അതിന് ഈ ജ്യോത്സ്യനെ പോയി കണ്ടേ മതിയാകും, എന്നിട്ട് പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം, അപ്പോൾ ഇതൊക്കെ മാറും എന്നിങ്ങനെ വിശ്വാസം എന്ന പോലെ തന്നെ ഭാമ ഇങ്ങനെ ഉറച്ചു പറയുകയാണ്. ശാലിനി ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ശാരദാമ്മയും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നാണെങ്കിൽ ആ ഒരു വിഷ്ണുവിൻ്റെ ആപത്ത് വരുമെന്നുള്ളത് കൊണ്ട് തൃപ്പങ്കോട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ശാരദാമ്മ വന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയോ മൃത്യുഞ്ജയ ഹോമോ അർച്ചനയും ഒക്കെ നടത്തണമെന്നുള്ളത്. അതിന് പുറപ്പെടാനായിട്ട് ഇരുന്നപ്പോഴാണല്ലോ ഇവർക്ക് പിന്നീട് വിഷ്ണുവിനെ കാണാതാകുന്നതും ഡാനിയലും കൂട്ടരെയൊക്കെ കൊണ്ടുപോകുന്നതും. പിന്നീട് വിഷ്ണു തിരിച്ചെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു പൂജയൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ദോഷങ്ങൾ വരുന്നതെന്നൊക്കെയാണ് ശാരദാമ്മയും സത്യഭാമയും ഒക്കെ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പരിഹാരം ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറും, കഷ്ടകാലമൊക്കെ മാറും, പിന്നീട് വിഷ്ണു തിരിച്ചു വരും എന്നൊക്കെയാണ് ഇവർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകിൽ സത്യഭാമയും ശാരദാമ്മയോ അല്ലെങ്കിൽ ശാലിനിയോ ആണ് ജ്യോത്സ്യനെ കാണാനായിട്ട് പോകുന്നതും. അതിനെന്തെങ്കിലും പൂജകളൊക്കെ പറയുമായിരിക്കും, അതവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് ശേഷമായിരിക്കും വിഷ്ണുവിൻ്റെ എൻട്രി ഇനി കാണിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എപ്പിസോഡ് വരുമ്പോൾ കമ്മിങ് സൂൺ പ്രൊമോ ഒന്നും വന്നിട്ടില്ല, വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.